സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജോസേട്ടനെയാണ്. ഇതാണ് നമ്മുടെ ജോസേട്ടൻ. ഇപ്പോൾ ജോസേട്ടൻ്റെ കൃഷി സംബന്ധമായ വിശേഷങ്ങൾ, അതുപോലെ തന്നെ കോഴി, പിന്നെ സമ്മിശ്ര കൃഷി, അങ്ങനെ എല്ലാ പരിപാടികളും ജോസേട്ടൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ജോസേട്ടാ നമസ്കാരം. നമസ്കാരം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ജോസേട്ടൻ്റെ വിശേഷങ്ങൾ ജോസേട്ടൻ നമ്മളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോസേട്ടൻ്റെ കോഴികൾ. നമ്മൾ ഫുള്ള് നാടൻ കോഴിയല്ലേ ഇവിടെ ഉള്ളത്? എല്ലാ നാടൻ കോഴി തന്നെയാണ് അല്ലേ? കോഴികൾ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലിപ്പോൾ നാടൻ കോഴി പല വീടുകളിലും കുറവാണ് കാണുന്നത്. എൻ്റെ വീട്ടിലും കുറച്ച് നാടൻ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോൾ ഗിരിരാജനൊക്കെ ആയി മാറി. അപ്പോൾ നാടൻ കോഴി കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മിക്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നാടൻ നമ്മുടെ ഈ കൈരളി കോഴിയില്ലേ? ഫുള്ള് ഇവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലേ? തീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? തീറ്റും കാര്യങ്ങള് തവിട്, പിണ്ണാക്ക്, അരി, ചോറും കാര്യങ്ങളൊക്കെ കുഴച്ച് വെച്ച് കൊടുക്കണം. ചോറ് കുറവുള്ളൂ. അരി പകുതി ബോയിൽ ചെയ്തിട്ട് ഫുൾ ചോറാക്കില്ല. വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു ചെറിയ ബോയിൽ ചെയ്തിട്ട് അതിൽ പിണ്ണാക്കും തവിട് മിക്സ് ചെയ്ത് കൊടുക്കും. കോഴികളെ പുറത്തേക്ക് അഴിച്ചു വിടുന്നുണ്ടോ? അല്ലെങ്കിൽ കോഴിനെ പുറത്തേക്ക് അഴിച്ചുവിടും. ഒരു 4:30 ശേഷം അഴിച്ചുവിടും, ഒരു 6 മണി വരെ. പട്ടിയുടെ ശല്യം ഉള്ളതുകൊണ്ടേ ഉച്ചതിരിഞ്ഞ് മാത്രം കുറച്ചേരം. ഇതാണ് കൂട് കേട്ടോ. രാത്രി മുഴുവൻ ഈ കൂട്ടിൽ കയറി കിടക്കും. രാത്രി പകൽ മുഴുവൻ പകല് പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിന്റെ ഉള്ളിൽ അത് വിട്ട് പുറത്തേക്ക് വിടണില്ല. ഇല്ല, ഒരു 4-4:30 ശേഷം ഉച്ചതിരിഞ്ഞ് മാത്രം. ജോസേട്ടന്റെ ഭാര്യയാണ് ഗ്രേസ് ചേച്ചി. ഇപ്പൊ ഗ്രേസ് ചേച്ചിയാണ് ശരിക്കും കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടല്ലേ? എല്ലാ കാര്യങ്ങളും ഗ്രേസ് ചേച്ചി തന്നെയാണ്. ഇപ്പൊ ജോസേട്ടനെയും ഗ്രേസ് ചേച്ചിനെയും പരിചയപ്പെടുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ജോസേട്ടൻ നമ്മുടെ ബന്ധുവാണ്. അതിലുമുപരി നമ്മുടെ കൂട്ടുകാരന്റെ പപ്പയാണ്. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ജോസേട്ടന്റെ വിശേഷങ്ങൾ നമുക്ക് പറയും. ജോസേട്ടൻ പ്രവാസിയായിരുന്നു, ഗൾഫിലായിരുന്നു. എത്ര വർഷം ഉണ്ടായി ജോസേട്ടാ? 35 വർഷമാണ്. അപ്പൊ 35 വർഷം ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് ആൾ ഇവിടെ തിരികെയാണ്. അപ്പൊ ശിഷ്ട ജീവിതം അടിപൊളിയായിട്ട് കൃഷിയും കാര്യങ്ങളും അല്ലേ? ജോസേട്ടന് 2 മക്കളാണ്. പേര് ഹാപ്പിയും ഹാപ്പിയുടെ പേരിൽ തന്നെ ഫുള്ള് സന്തോഷം ഉണ്ടല്ലേ? പേര് തന്നെ സന്തോഷമാണ് ഹാപ്പിയുടെ പേര്. വെറൈറ്റി പേരാണ്. ജോസേട്ടൻ ഇട്ടിരിക്കുന്ന പേര് അടിപൊളി പേരാണ്, വെറൈറ്റി പേരാണ്. അപ്പൊ ജോസേട്ടന്റെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പൊ ഉള്ളത് കോഴി, അതുപോലെ തന്നെ നമ്മുടെ കൃഷി കാര്യങ്ങൾ, ഫുള്ള് കൃഷി. അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കോഴിയുടെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. കൃഷി അടിപൊളി കൃഷിയാണ് കേട്ടോ. പറമ്പ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ജോസേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കും. അപ്പൊ കോഴിയാണ് ഇപ്പൊ ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ തകർന്നേക്കണേ. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരുടെയും കോഴികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ചുറ്റും അതിലുണ്ടെങ്കിലും പട്ടി ചാടണ്ടല്ലേ? ഒരു കാര്യമില്ല, മതില് കാര്യമൊന്നുമില്ല. നല്ല കോഴികളെ നോക്കി പോയിട്ടുണ്ട്. അത് നല്ല കോഴിനെ പിടിക്കുള്ളത്. ഇതിലിപ്പോ എല്ലാ കോഴിയും മുട്ടയിടുന്നതാണോ? വലുതെല്ലാം മുട്ടയിടും. പിന്നെ ചാത്തന്റെ
മുട്ട പുറത്തേക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം? അല്ലല്ല കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവൻ കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും. നമുക്ക് ഈ മുട്ട കിട്ടുന്നതിനേക്കാൾ ഒരു സന്തോഷമാണ് അല്ലേ ഇത് ചെയ്യാനായിട്ടുള്ള സന്തോഷമാണ്. വരുമാനമല്ല, നമ്മുടെ ടെൻഷനില്ല. നമ്മളെപ്പോഴും ഒരു ഹാപ്പി ലൈഫ് അല്ലേ. ഗ്രേസജി സൈഡിൽ കൂടെ ട്യൂഷൻ പരിപാടി ഉണ്ട് അല്ലേ? നമ്മള് തീറ്റ കൊടുക്കുന്നത് അരി, ഗോതമ്പ്, പിണ്ണാക്ക്, തവിട്, ചോറ് അധികം വേണ്ടതല്ല. ഒന്ന് ഒരു ചെറിയൊരു ബോയിൽ എന്താ വെച്ചാ അല്ലെങ്കിൽ ചോറായ പൊട്ടേന്ന് പറയലേ, ചോറാവും അത്. ഇത് ജോസന്റെ നെറ്റിയിലേ വലിയൊരു കുരിശ് കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് പ്രത്യേക ദിവസം ഇന്ന് നമ്മുടെ കരിക്കൂറി ദിവസമാണ്. അപ്പൊ ആള് നേരെ പള്ളിയിൽ നിന്ന് വന്നിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ താറാവുള്ളപ്പോ വെള്ളം നിർത്തി അവിടെ ടാങ്ക് ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഇവന്മാര് പകൽ മുഴുവൻ ഈ നെറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നോളും. പിന്നെ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും. പുല്ല് ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ? പച്ച പുല്ല്. പിന്നെ പപ്പയുടെ ഇല. പിന്നെ മരുന്നും കൊടുക്കുന്നുണ്ട്. മരുന്ന് എന്തൊക്കെയാ കൊടുക്കണേ? വിരേറെ മരുന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ വിറ്റാമിൻ മരുന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒപ്പക്കായയുടെ ഇല, കക്കന് വേപ്പിന്റെ ഇല, വെളുത്തുള്ളി, ഉപ്പ്, എല്ലാം മഞ്ഞള് അരച്ച് ഭക്ഷണത്തിൽ കൊടുക്കും. അപ്പൊ അതിനെ കേടില്ല, പെട്ടെന്ന് വരില്ല. പിന്നെ നെയ്യും മുറ്റില്ല. സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ ജോസേട്ടന്റെ കോഴിയെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ വീഡിയോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വീഡിയോ ചിലപ്പോൾ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോഴിയുടെ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ കൃഷി സംബന്ധമായ വീഡിയോസാണ്. അത് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു.